നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ ഒരു കുഞ്ഞിക്ക ഒരു ഇൻഫൻറ്റ് ഒച്ച കേൾക്കുന്നുണ്ടോ? ഞങ്ങളുടെ കടയിൽ ഒരു കുഞ്ഞ് ഗസ്റ്റ് വന്നിട്ടുണ്ട്. കസ്റ്റമറാണേ. ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് കുഞ്ഞിനെ കൊണ്ട് വന്നേക്കുന്നുണ്ട്. എൻ്റെ കരച്ചിലാണ് കേൾക്കുന്നത്. കുഞ്ഞു പാവ കരയുന്നു. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം ഓർമ്മിപ്പിച്ചോട്ടെ. ഗീവ് അവയുടെ കാര്യം അടിപൊളി ഗിഫ്റ്റാണ്. 23-ാം തീയതി ആരെയോ കാത്തിരിക്കുന്നത്. അപ്പം ഒരു ഡിമാൻഡുണ്ട്. ആ ഗിഫ്റ്റ് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളത് ഓപ്പൺ ചെയ്തിട്ട് വീഡിയോ എടുത്ത് എനിക്ക് അയച്ചു തരണം. ഞാൻ ആ വീഡിയോ യൂട്യൂബിലിടാം. ചെയ്യാൻ പറ്റുമെങ്കിൽ മതി കേട്ടോ. എല്ലാവർക്കും അതൊന്നും ഇഷ്ടപ്പെടത്തില്ല. ഇഷ്ടമുണ്ടെങ്കിൽ മതി. അപ്പം ഏറ്റവും നല്ല ബെസ്റ്റ് കമൻറ്റിനാണ് കൊച്ചിൻ്റെ ആർച്ച കേട്ടോ. കുഞ്ഞി ആശുപത്രിയിൽ നിന്ന് എടുക്കുന്ന പോലെ പിന്നെ ഏറ്റവും നല്ല കമൻറ്റിനാണ് കേട്ടോ. ബെസ്റ്റ് കമൻറ്റുകളിൽ കുറച്ചെണ്ണം എടുത്തിട്ട് അതിൽ നിന്ന് ഒരെണ്ണത്തിന് ലോട്ടിട്ടെടുക്കും. പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് അതിമനോഹരമായിട്ടുള്ള ഇതും ഹാൻഡ്ലൂം കോട്ടൺ ആണ്. ഹാൻഡ്ലൂം കോട്ടൻ്റെ ഞാൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നു. നമുക്ക് ഇച്ചിരി സ്റ്റാർച്ചുള്ള ഒരു മോഡൽ, സ്റ്റാർച്ച് ചെയ്യേണ്ടതെന്നല്ല, സ്റ്റാർച്ചുള്ള ഒരു മോഡൽ. ഹാൻഡ്ലൂം കോട്ടൺ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരു കുറേ പരിധി വരെ ഉണ്ടല്ലോ, ഇച്ചിരി ഈ ഇങ്ങനെ അങ്ങ് സോഫ്റ്റായിട്ട് ഇങ്ങനെ ഭയങ്കര ഇതായിട്ടിരിക്കുന്ന ഇതങ്ങനല്ല. ഇച്ചിരി കോട്ടൺ സാരിയുടെ ഒരു ഫീല് കിട്ടും. അങ്ങനത്തെ ഒരു ടൈപ്പ് സാരിയാണ്. ഞാൻ ഉടുത്തുള്ള വീഡിയോ ഉണ്ട്, ഫോട്ടോ ഉണ്ട്, കാണണം കേട്ടോ. നല്ല രസമാണ് ഉടുത്താൽ. നല്ലൊരു ഗെറ്റപ്പാണ്. പിന്നെ ഉണ്ടല്ലോ, ഒരു സെമി പാർട്ടി വെയറായിട്ട് ഫങ്ഷൻ വെയറായിട്ട് ഉടുക്കാം. അതുപോലെ ടീച്ചേഴ്സിനും അല്ലെങ്കിൽ ഡോക്ടേഴ്സ് അങ്ങനത്തെ ഉള്ള പ്രൊഫഷണൽസിനൊക്കെ പറ്റുന്ന ഒരു ടൈപ്പ് സാരിയാണ്. അവർക്ക് മാത്രമെന്നല്ല, എല്ലാവർക്കും പറ്റും. പ്രത്യേകിച്ച് ഓരോ പർട്ടിക്കുലർ പ്രൊഫഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടേതായ വസ്ത്രധാരണ രീതി ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തു പറഞ്ഞു കേട്ടോ. ഇത് കണ്ടോ, കലങ്കാരി പ്രിൻ്റാണ് ബോഡിക്ക് വരുന്നത്. എന്നിട്ട് ഇത് കണ്ടോ, ഈ ഒരു മെഹന്തി സെറി, അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഭംഗി. മെഹന്തി സെറി എന്ന് പറഞ്ഞാൽ കോപ്പർ എന്ന് വേണേലും പറയാം കേട്ടോ. രണ്ടുകൂടെ മിക്സാണ്. മെഹന്തിയും തന്നെ വരത്തില്ല, കോപ്പർ സെറി. ഇത് മേളത്തെ ബോർഡർ, ചെറിയ ബോർഡർ മേളിൽ വരും. ഇവിടെ ഇങ്ങനെ ഇടുന്ന ഭാഗത്ത് വരും. ഇത് താഴ്ഭാഗത്ത് ചെറിയ ബോർഡർ മുകളിൽ വരും. ബ്ലാക്കാണ് ഇതിൻ്റെ കളറ്. ഇത് കണ്ടോ, ഇത് വരും മുന്താണി. നല്ലൊരു നീറ്റ് ലുക്കാണ്, നല്ല ഭംഗിയാണ്. പിന്നെ ഇതൊക്കെ അങ്ങോട്ട് ഞൊറിഞ്ഞൊടുത്ത് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാൻ കേട്ടോ. ബ്ലൗസ് വന്നിട്ട് ബ്ലൗസ് കാണിച്ചു തരാം. ബ്ലൗസില്ലേ, റണ്ണിങ് തന്നെയാണ് ബ്ലൗസ്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ ഈ ബ്ലൗസ് റണ്ണിങ് ബ്ലൗസ് ആയതുകൊണ്ട് ഈ ബ്ലൗസ് ഇടാതെ ഇതിന് ചേരുന്ന പല കളേഴ്സ് ഉണ്ട്. ബ്ലാക്ക് ഇടാതിരിക്കുന്നതായിരിക്കും എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ പറയാം, ബ്ലാക്ക് ഇടാതിരിക്കുന്നതായിരിക്കും. ബ്ലാക്ക് ബ്ലൗസോ ഷോളോ ഒക്കെ വന്നു കഴിയുമ്പോൾ ഒരു ഗമാലിറ്റി കുറയുന്ന എൻ്റെ കണ്ടുപിടുത്തം കേട്ടോ. ഇൻവെൻറ്റഡ് ബൈ വിദ്യ ബാബു. അപ്പം വേറെ മജന്തയുണ്ട്, പച്ചയുണ്ട്, അങ്ങനത്തെ ഏതെങ്കിലും കളറ് ബ്ലൗസ് ഇട്ട് കഴിയുമ്പോൾ നല്ല കുറേ കൂടെ പ്ലീറ്റ്സ് കിട്ടും. റണ്ണിങ് ബ്ലൗസ് ഉണ്ട്, അല്ല കുറേ കൂടെ പ്ലീറ്റ്സ് കിട്ടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അടുങ്ങി ആ പ്ലീറ്റ്സ് കിടക്കുന്ന കാണാൻ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നോക്ക്. അല്ലെങ്കിൽ റണ്ണിങ് ബ്ലൗസ് വേണമെങ്കിൽ ഇട്ടോ, ഓരോരുത്തരുടെ സ്റ്റൈൽ അനുസരിച്ച്. കയ്യിൽ ഈ സെറി എല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ ആ ബ്ലൗസ് ആണെങ്കിലും അതൊരു ഭംഗി. എന്നിട്ട് ചെറിയ സെറി വേണേലും ഇടുക. അങ്ങേ വശം ഇതുണ്ടോ, ഈ വശം വേണേലും നമുക്ക് എടുക്കാം. ഇതെടുത്താലും നല്ലൊരു ഭംഗിയാണ്, ഇവിടെ എടുത്താലും നല്ലൊരു ഭംഗിയാണ്. ഇഷ്ടമുള്ളത് നോക്കി ചെയ്താലും മതി. എനിക്ക് അടുത്ത കളർ കാണിക്കാവേ. ഇത് കണ്ടോ, നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡ്. അതും നല്ല രസമാണ്. ഇതിനകത്ത് ഒറ്റ കളർ പോലും മാറ്റി നിർത്താൻ പറ്റുന്ന കളറില്ല കേട്ടോ. ശരിക്കും പറയുക, എല്ലാത്തിൻ്റെയും ഡാർക്കാണ് വന്നിരിക്കുന്നത്. ആ ബ്ലാക്ക് ആണെങ്കിലും നല്ല ജെറ്റ് ബ്ലാക്കാണ്. ഇതാണെങ്കിലും നല്ല ജെറ്റ് മെറൂൺ കളറായിട്ടാണ് വന്നിരിക്കുന്നത്. ഉണ്ടോ, കലങ്കാരി പ്രിൻ്റാണ് ബോഡിക്ക് വന്നിരിക്കുന്നത്. ഇത് താഴത്തെ ബോർഡർ, ഇത് വരുമ്പോൾ മുകളിലത്തെ ബോർഡർ. ഈ ബോർഡറിൻ്റെ കളർ മാറുന്നത് എങ്ങനെയാണെന്ന് പറയുക, ഇവിടുത്തെ കളർ എങ്ങനെയാണോ അതുമായിട്ട് മിക്സഡാണ് ഇവിടുത്തെ കളർ, ഈ ബോർഡറിന് കൊടുത്തിരിക്കുന്ന കളർ. അറ്റത്ത് എല്ലാത്തിനും തന്നെ ഈ ഒരു മജന്ത, എല്ലാത്തിനും ഇല്ലെങ്കിലും മിക്കതിനും ഉണ്ട്. മുന്താണി വരുമ്പോൾ തേണ്ട ഇങ്ങനെ നല്ല ഭംഗിയുള്ള ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നീറ്റായിട്ടുള്ള മുന്താണി. ബ്ലൗസ് പ്രത്യേകിച്ച് കാണിക്കേണ്ട. ബ്ലൗസ് റണ്ണിങ് ബ്ലൗസാണ്. മുന്താണി കണ്ടോ, നല്ല ഭംഗിയാണ്. മുന്താണിക്കൊക്കെ ഒരു നീറ്റ്നെസ് ഉണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. നല്ല രസമുണ്ട്.
അത് സെമി ഫങ്ഷൻ വെയർ ആയിട്ട് ഉടുക്കാം, നല്ല കംഫർട്ടായിട്ട് ഉടുക്കുകയും ചെയ്യാം. അടുത്തത് വൈറ്റ്, കണ്ടോ കലങ്കാരി പ്രിന്റ് വരുന്നതിൻ്റെ ആ ഒരു ഭംഗി ഭയങ്കര ഒരു ഇതല്ലേ അല്ലേ അല്ലേ അല്ലേ. ഞാനിവിടെ ഇരുന്ന് ഭയങ്കര ഗോഷ്ടി കാണിയതാണേ. ക്യാമറ സാരിയുടെ മുകളില, ഞാൻ ഭയങ്കര ഗോഷ്ടി. നമ്മളെ ആര് ഗൗനിക്കാൻ. വൈറ്റ്, ഗ്രീന്, ഈ ഒരു ഇതിട്ട് വന്നപ്പോൾ ആ ഒരു കോപ്പറിൻ്റെ ഒരു സംഭവം അത്രയും തെളിയാത്തത് കണ്ടോ. കാരണം എന്ന് വെച്ചാൽ ഇവിടെ വന്നേക്കുന്ന ലൈറ്റ് ഷെയ്ഡല്ലേ, വൈറ്റിൻ്റെ ആ ഒരു ഇതാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു പ്രത്യേക ഡൈങ് അത് ചെയ്തിരിക്കുന്നത്. ഇവിടെ വരുന്ന കളറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സംഭവം. വൈറ്റ് കണ്ടോ, എനിക്കൊന്നും പറയാനില്ല. നല്ല രസമാണ്, നല്ല ലുക്കാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ആ ഒരു നമ്മുടെ മഞ്ജു വാര്യരെ ചില സിനിമയ്ക്ക് ഹൗൾഡ് അറിയോ അങ്ങനത്തെ കുറേ ചില സിനിമയ്ക്കകത്ത് ഗെറ്റപ്പ് ചെയ്യുന്ന കണ്ടിട്ടില്ല. ആ രീതിക്കൊക്കെ ഇടുവാണെങ്കിൽ ഭയങ്കര രസമായിരിക്കും. എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ. ആർക്കും അറിയത്തില്ലാത്തതുകൊണ്ടോ പിന്നെ എനിക്ക് മാത്രം അങ്ങനെയൊന്നും എടുക്കരുത് കേട്ടോ. നമ്മൾ പെണ്ണുങ്ങൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം അങ്ങനെയല്ലേ. കൂട്ടുകാരൊക്കെ തമ്മിൽ പിന്നെ എടി അതല്ലേ എടി നല്ലത്, എടി എനിക്കിത് ചേരോടി. അയ്യോ ചില സമയത്തുണ്ടല്ലോ ഡ്രസ്സ് എടുക്കാൻ വരുവേ, കൂട്ടുകാരികൾ വരുവേ, എന്നിട്ടുണ്ടല്ലോ എടുക്കാൻ വരുന്ന ആൾക്ക് പലതും ഇഷ്ടപ്പെടും. കൂട്ടുകാരി അങ്ങ് ആത്മാർത്ഥത നിർവഹിക്കുന്നതാണ്. അത് കൊള്ളത്തില്ല, ഇതും കൊള്ളത്തില്ല, ഏറ്റവും അവസാനം ഒന്നും എടുപ്പിക്കത്തില്ലേ. കൂട്ടുകാരിയെ കൂട്ടിക്കൊണ്ട് വന്നില്ലേ. അപ്പോൾ സത്യം പറഞ്ഞാൽ ചില സമയത്ത് നമുക്കും കൂടെ തോന്നും ആ ചേച്ചിക്ക് അത് നല്ലതായിരുന്നല്ലോ, പിന്നെ എന്തിനാ ഇവര് സമ്മതിക്കാത്ത എന്ന്. കൂട്ടുകാരിയുടെ തോട്ടിൽ അത് നല്ലതല്ല എന്ന് പറഞ്ഞ പോലെ എന്നാൽ ഏറ്റവും അവസാനം ഫിക്സായിട്ട് വന്ന് കഴിയുമ്പോഴത്തേനേ പറയുന്നതാണേ, ആ കളർ നിനക്ക് വേറെ 2 ഇല്ലേ, ഇന്നാൾ അവിടെ പോയപ്പോൾ നീ അതല്ലേ ഉടുത്തത്, എന്തേനും മറ്റേ ആളാ. അത് ശരിയാണല്ലോ. എന്നിട്ട് നിങ്ങൾ രണ്ടും കൂടെ വീണ്ടും ഇറങ്ങി വെയിലത്ത് പോകും, അടുത്ത കടയിൽ കുറച്ച് നേരം കഴിഞ്ഞ് തിരിച്ചു വരും. കളിയാക്കി പറഞ്ഞല്ല കേട്ടോ, പെൺപെണ്ണുങ്ങളുടെ ഓരോ പരിപാടികൾ ഞാൻ ഉൾപ്പെടെയുള്ള ഞാനൊക്കെ കട കയറി നടക്കുക. എൻ്റെ കെട്ടിയൻ്റെയൊക്കെ ക്ഷമയ്ക്കുണ്ട് അവാർഡ് കൊടുക്കണം. അതുപോലെ ഉണ്ടല്ലോ കയറി ഇറങ്ങി നടന്നിട്ടുണ്ട്. ഇപ്പോഴല്ലേ ഒറ്റ കട കൊണ്ട് ജീവിക്കുന്നത്. ഇപ്പം വേറെ പർച്ചേസിന് അങ്ങനെ പോക്കല്ലേ കുറവാണ്. കഴിവതും എൻ്റെ ഇസബെല്ലായിലുള്ളത് കൊണ്ടാണ് തൃപ്തിപ്പെടൽ. നല്ല ഉണ്ടല്ലോ പീക്കോക്ക് ബ്ലൂവിൻ്റെ ഡാർക്ക് സഫയർ ബ്ലൂ എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് ബോർഡർ. ഇത് മേളിലത്തെ ബോർഡർ വരുമ്പോൾ ഇത് വരും. മുന്താണി വരുമ്പോൾ ദേണ്ട ഇങ്ങനെ വരും. ഉണ്ട് ഇങ്ങനെ ഇവിടെ ഇതിലേക്കൂടെ ഒക്കെ ഒരു സെറി പോകുന്നുണ്ട്. ഇതിലെല്ലാം ഓരോ സെറി പോകുന്നുണ്ട്. ഇതെല്ലാം ഈ പോകുന്ന സെറി എല്ലാം വീവിങ് ആണ് അല്ലേ. മഹാനുഭാവ അതെ സാരിയെ മഹാനുഭാവ എന്ന് വെച്ചു. കോമഡി അല്ലേ, ചളി. ഇനി ഹായ് നേവി ബ്ലൂവിൻ്റെ അഴക്. ലേഡീസിൻ്റെ ഫേവറേറ്റ് കളേഴ്സിൽ ഒന്നാണ് നേവി ബ്ലൂ, പിന്നൊന്ന് കറുപ്പ്, പിന്നൊന്ന് ഗ്രേ, അപ്പം ഇൻഡിഗോ അല്ലേ. നേവി ബ്ലൂ വിത്ത് ഇത് കണ്ടോ, ഇതിവിടെ നല്ല ഡാർക്ക് വന്നപ്പോൾ ഇവിടെ നല്ല ഡാർക്ക് വന്നു. കളർ മാത്രമേ ഉള്ളൂ മാറ്റം, വേറെ ഒന്നും മാറ്റമില്ല. ബാക്കി എല്ലാം സെയിം. അതുണ്ട് മുന്താണി സെയിം, ബോഡി സെയിം, മെറ്റീരിയൽ സെയിം, റേറ്റ് സെയിം, എല്ലാമേ സെയിം തന്നെ. ഇനി നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ്. കണ്ടോ, നിങ്ങളിത് ശരിക്കും ഷോപ്പിൽ വന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ കൺഫ്യൂഷൻ അടിക്കും. പിന്നെ ചിലർക്കൊരു ഫേവററ്റ് കളറുണ്ട്, പക്ഷേ ഡ്രസ്സിൻ്റെ ശേഖരത്തിൽ മുഴുവനും ആ കളറായിരിക്കും. അപ്പം അങ്ങനെ അല്ലാതെ ഒരു കളറ് അത് നോക്കുമ്പോൾ തോന്നും അതാണല്ലോ, ഇത് നോക്കുമ്പോൾ തോന്നും ഇതാണല്ലോ. സത്യം ഞാൻ പറയാം, വെറുതെ പറയുന്നില്ല. എൻ്റെ ഇപ്പോഴത്തെ തോന്നലുകളാണ് ഞാൻ പറയുന്നത്. ഒരു എനിക്ക് ലോകത്ത് എന്തിനോടെങ്കിലും ഭ്രാന്തുണ്ടെങ്കിൽ ഡ്രസ്സിനോടാണ്. സത്യം ആ ഭ്രാന്തല്ല ഉദ്ദേശിച്ച്. ഇവിടെ ഉള്ളൊരു ആക്കുക അതെല്ലാം നിങ്ങൾക്കൊക്കെ ഉള്ള സാധനം, അതെനിക്കില്ല. ഉള്ളവരും സമ്മതിക്കാറില്ല. ഇത് മേളത്തെ ബോർഡർ, ഇത് അല്ല ഡ്രസ്സ്, സ്വർണം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ, അങ്ങനത്തെ കാര്യം ഞാൻ പറഞ്ഞു.
അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ വീഡിയോ. കൊച്ചു വീഡിയോ ആയിരുന്നു, ഒരേ ടൈപ്പ് സാരി കാണിച്ചുള്ളൂ. എങ്കിലും അടിപൊളിയല്ലേ? അടിപൊളിയല്ലേ? വേഗം വേഗം വാങ്ങിച്ചോ. പിന്നെ ഇത് ഒത്തിരി സ്റ്റോക്കില്ല, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കേ ഉള്ളൂ. പിന്നെ സൺഡേ, നാളെ സൺഡേ ആണെന്നറിയാം. സൺഡേ രാവിലെ 10 മണിക്ക് ബ്ലൗസിൻ്റെ വീഡിയോ. പുതിയതായിട്ട് വന്ന ഒരു ടൈപ്പ് ബ്ലൗസാണ്. 3, 4, 5, 6 കളറുകൾ മാത്രമേ വന്നിട്ടുള്ളൂ. ബ്ലൗസ് കുറേ വന്നിട്ടുണ്ട്, അതിലൊരു മോഡൽ മാത്രം ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ നാളെ ബ്ലൗസിൻ്റെ വീഡിയോയും കാണണം കേട്ടോ. പിന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, കമൻറ്റ് ഇടാൻ മറക്കണ്ട. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.